229 വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർ എത്രയാണെന്നറിയാമോ? വെറും 3. പ്രാക്ടിക്കൽ പഠനത്തിന് ലാഭമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിലെ വിദ്യാർത്ഥികളാണ് പഠന സൗകര്യമില്ലാതെ വലയുന്നത്. അടിയന്തരമായി അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഒടുവിൽ സമരത്തിനിറങ്ങേണ്ടി വന്നു വിദ്യാർത്ഥികൾക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSc MLT കോഴ്സ് ആരംഭിക്കുന്നത്. അതിനു പുറമെ ഡിപ്ലോമ കോഴ്സ് കൂടെയുണ്ട്. ആകെ 229 വിദ്യാർത്ഥികളുണ്ട്. നിയമപ്രകാരം 12 അധ്യാപകർ വേണം. പക്ഷേ 5 പോസ്റ്റുകളാണുള്ളത്. അതിൽ 2 അധ്യാപകർ ഒരു വർഷം മുൻപ് റിട്ടയർഡായി. നിലവിൽ 3 അധ്യാപകരാണുള്ളത്. അങ്ങനെയാണ് അധ്യാപകരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പകുതി പോർഷൻസ് ഒക്കെ എടുക്കാറുള്ളൂ. കാരണം ഇവിടെ അധ്യാപകർ വളരെ കുറവാണ്. 2008 തുടങ്ങുന്നതാണ് BSc MLT. അതിന് കുറേ മുമ്പേ തന്നെ അവിടെ DMLT കോഴ്സുകളുണ്ട്. ആ സൗകര്യങ്ങളിലേക്കാണ് ഞങ്ങൾ BSc MLTക്കാർ കൂടെ വരുന്നത്. അപ്പം നിലവിൽ അന്ന് മുതലുള്ള സൗകര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. 200 പിള്ളേർക്കാണ് 3 ലാബുകളുള്ളത്. അതിൽ തന്നെ ഒരു ക്ലാസ്സിൽ ലാബും ക്ലാസ് റൂമും കൂടിയിട്ടാണ്. ഒരു ക്ലാസ് റൂമിലാണ് ക്ലാസ് റൂമും ലാബും സെപ്പറേറ്റ് ഉള്ളത്. പിന്നെ മൈക്രോബയോളജിക്ക് ഞങ്ങൾക്ക് ലാബുകളില്ല. MBBS സൗകര്യം ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിപ്പോൾ സർവൈവ് ചെയ്യുന്നത്. നിലവിൽ ഞങ്ങൾക്ക് ലാബില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒബ്വിയസ്ലി നീങ്ങി കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ ക്ലാസ്സോ പ്രാക്ടിക്കൽസോ മര്യാദയ്ക്ക് നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ. നമ്മൾ പ്രിൻസിപ്പൽ സാറിനും പിന്നെ DMക്ക് നേരിട്ട് പോയും പരാതിയൊക്കെ മാസം കൊടുക്കാറുള്ള 3 മാസത്തിൽ ഒരിക്കലും ഒരു പരാതി അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ ആരും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വിജയ ശതമാനം വളരെ കുറവാണ്. ഫസ്റ്റ് ഇയറിൽ ആകെ 44% കണ്ട വിജയം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ ബാച്ചിൽ ഞാനിപ്പോൾ 3rd ഇയർ BSc MLT സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ വിജയ ശതമാനം അത്രയും കുറവാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ 53% വിജയ ശതമാനം ഉള്ളൂ. 2009 എങ്ങനെയായിരുന്നു ഈ കോളേജ് ഉണ്ടായിരുന്നത്? അതിന് ഒരു പുരോഗമനം ഇതുവരെ കോളേജിന് ഉണ്ടായിട്ടില്ല. ഒരു രോഗനിർണയം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോസ്പിറ്റലിൽ, അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ സെൽഫ് സ്റ്റഡിയാണ് കൂടുതലുള്ളത്. സ്വന്തമായിട്ട് പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക, ലൈബ്രറിയിൽ റെഫർ ചെയ്യുക, അത്ര തന്നെയാണുള്ളത്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥ. അതായത് തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ വേണ്ട കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നാളെ നെടുന്തൂണാകേണ്ട വിദ്യാർത്ഥികളാണ്. അവരാണ് അധ്യാപകരില്ലാതെ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത് ഇക്കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ. പ്രാക്ടിക്കലിന് ലാബില്ല, പഠിപ്പിക്കാൻ സാറുമില്ല. അതാണ് ആ കുട്ടികൾ സമരം ചെയ്തത്. അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന്